പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദ തന്റെ ഭാഗത്ത് നിന്നു സംഭവിച്ച തെറ്റ് സമ്മതിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നതും സത്യം തന്നെയാണ്. ഞാൻ ആ കാര്യത്തിൽ വളരെയധികം ഖേദിക്കുന്നുണ്ട്. ഒരിക്കലും ഞാനിത് മനഃപൂർവ്വം ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്ത കാര്യമല്ല. പക്ഷേ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുകയാണ്. ഒരിക്കലും അത് തിരുത്താൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്ന നന്ദ, പക്ഷേ എന്നാൽ കഴിയാവുന്ന കാര്യം ഞാൻ ഇത് മാറ്റുന്നതിന് വേണ്ടി ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന നന്ദ പുതിയ പദ്ധതികളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ നന്ദുമോന്റെ തിരോധാനത്തെ പറ്റിയുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇതോടെ നന്ദ ആകെ തകർന്നു പോയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന നന്ദ ഉടൻ തന്നെ പിങ്കിയെ കാണുന്നതിനായി കുതിച്ചെത്തുന്നു. പിങ്കിയോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അറിയില്ല എന്ന് പറയുന്ന പിങ്കി സ്കൂളിലേക്ക് പോയ അവൻ തിരികെ വന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ആകെ പകച്ച് പോയിരിക്കുകയാണ്. ഇപ്പോൾ നന്ദ തന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന നന്ദ ഇതേ തുടർന്ന് നിർമ്മലിനെ ചെന്ന് കാണുകയും എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ ഇനി സാധിക്കുകയില്ല എന്നുള്ള കാര്യവും തുറന്ന് പറയുകയും ചെയ്യുന്നു നന്ദ. ഇതേ തുടർന്നാണ് അന്വേഷണത്തിൽ നന്ദുമോനെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.